ഇക്കാര്യത്തിൽ മാച്ച് ഫിക്സിംഗ് റിമാർക്ക് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. രാംലീല മൈതാനിയിൽ ഇന്ത്യ ബ്ലോക്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലിയിലാണ്. അതായത് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ഉണ്ണിസാറിന് അറിയാത്തതൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതാണ് കഴിഞ്ഞ 16-ാം തീയതി മുതൽ. അതിൽ കൃത്യമായി പറയുന്നുണ്ട് MCCയുടെ വയലേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രയോഗങ്ങൾ നടത്താം, ഏതൊക്കെ നടത്താതിരിക്കാം. അതൊക്കെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ എടുത്തു നോക്കൂ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഡിസ്ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസഫെക്ഷൻ അഗെയിൻസ്റ്റ് ദ ഇംപാർഷ്യാലിറ്റി ഓഫ് ഇലക്ഷൻസ്, ആളുകൾക്കിടയിൽ ആ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ വന്നിരിക്കുന്നത്. വെറുതെ രാഹുൽ ഗാന്ധി മുറിയിലിരുന്ന് പറയുകയോ ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് പറയുന്നതിനിടയിൽ പറയുന്നതോ അല്ല. രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ, അതും വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധി അത് പറയുന്നതിൽ ചട്ടലംഘനം ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ അധികാരത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേന്ദ്ര സർക്കാർ സ്വന്തം ആളുകളെ ഇറക്കി ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു അപ്നെ ലോഗ് ബൈഠായെ എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ആ വാക്ക് തന്നെ. അതുപോലെ തന്നെ മാച്ച് ഫിക്സിംഗ് ഉണ്ട് എന്ന് പറയുന്നത് ആപ് ചാത്തേ ഹോ കി മാച്ച് ഫിക്സിംഗ് ഹോ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ഭാഗങ്ങൾ ആ പ്രസംഗത്തിൽ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിഷ്പ്രയാസം ഒരു തീരുമാനമെടുക്കാനും കഴിയും. ഇതിൽ എന്തുകൊണ്ടാണ് ഈ മാച്ച് ഫിക്സിംഗ് റിമാർക്ക്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ ഒരു കളിയിൽ നടത്തുന്നത് പോലെയല്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കളിയല്ല ഉണ്ണിസാറെ. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാര്യമാണ്. അപ്പോൾ ആ കാര്യമുള്ള കാര്യത്തിൽ ഒരു ക്രിക്കറ്റിലെ മാച്ച് ഫിക്സിങ്ങുമായി ഇക്വേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ പോലും അല്ല എന്ന് പറയേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മാച്ച് ഫിക്സിംഗ് നടത്തി മാത്രമേ നരേന്ദ്രമോദിക്കും BJPക്കും ജയിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നത് ആരാണ്? തികച്ച് 100 സീറ്റ് എടുക്കാനില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. കയ്യിലുള്ളത്, കിറ്റിയിലുള്ള സീറ്റുകൾ എത്രയാണിപ്പോൾ? 2024 സ്ഥിതി അതിലും മോശമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന്റെ റാലിയിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൃത്യമായി ഉന്നയിക്കുന്നത്. അതിന് ലക്ഷ്യമെന്താണ്? തോറ്റാൽ ഞങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിന് കൃത്യമായി കാരണങ്ങൾ മുൻപേ നിരത്തുകയാണ്. അതായത് തോൽവി ഇപ്പോൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ഒന്നാമതായി ക്രിക്കറ്റിലെ മാച്ച് ഫിക്സിംഗ് ആണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നടത്താൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്, അല്ലെങ്കിൽ മത്സരിക്കുന്ന ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ഒരാൾക്ക്, സിറ്റിംഗ് MP ആയ ഒരാൾക്ക് ചേർന്ന ഒരു പ്രസ്താവനയല്ല. അതിൽ MCCയുടെ വയലേഷൻ ഉണ്ടോ എന്ന് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 പേരെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ ആളുകളെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു. അതിൽ കൃത്യമായ രീതിയിൽ എങ്ങനെയാണോ അവരെ തെരഞ്ഞെടുക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. പിന്നെ EVM-നെ പറഞ്ഞതിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന നിരുത്തരവാദപരമായ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് EVM-നെ കുറിച്ച് പറഞ്ഞതിലാണ്. അപ്പോൾ നോട്ടീസ് മാത്രം ഇഷ്യൂ ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങ് വിടേണ്ട ഒരു പ്രശ്നമായി ഞാൻ ഇതിനെ കാണുന്നില്ല. ഇതിലിപ്പോൾ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ കടുത്ത നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അംബ്രല്ലയിൽ എത്രത്തോളം കടുത്ത നടപടികൾ അവർക്ക് എടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് കടുത്ത നടപടികൾ എന്ന് പറയുമ്പോൾ ഏത് എക്സ്റ്റെൻഡ് വരെ പോകാൻ കഴിയും എന്നുള്ളതും. അപ്പോൾ ഒരു ബ്രീച്ചിനുള്ള ഒരു നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ ഞാൻ കാണുന്നത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് വന്ന് വിശദീകരിക്കാം, റൈറ്റിംഗിൽ തന്നെ വിശദീകരിക്കണം. അങ്ങനെ ഒരു നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും വിശദീകരിക്കണം എന്തുകൊണ്ട് ആ പരാമർശം നടത്തി. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞിട്ടുണ്ട്, EVM-നെ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദിയെ പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയും ഒരു സ്ഥാനാർത്ഥിയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ ജെനുവിനെസ്സിനെ, ആ സ്ഥാനാർത്ഥിയുടെ ക്രെഡിബിലിറ്റിയെ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന തന്നെയാണ് നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചാൽ രാഹുൽ ഗാന്ധി അതിന് മറുപടി തന്നേ പറ്റൂ. പിന്നെ ആർട്ടിക്കിൾ 324 അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻഡിപെൻഡന്റായും ഇംപാർഷ്യലായും ഫംഗ്ഷൻ ചെയ്യേണ്ട ഒരു ബോഡിയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. അതായത് ഏത് ബോഡിയാണോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് അതിനെ തന്നെ കടന്നാക്രമിക്കുകയാണ്. എന്നാൽ പിന്നെ തെരഞ്ഞെടുപ്പ് അങ്ങ് കോൺഗ്രസ് നടത്തിയാൽ പോരെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്രയ്ക്ക് വിശ്വാസമില്ല, EVM-നെ വിശ്വാസമില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിക്ക് ചേരുന്നതല്ല. ഇതൊക്കെ തികച്ചും നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. പിന്നെ ഒരു ഓട്ടോണമസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, മാച്ച് ഫിക്സിംഗ് നടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആ ബോഡിയെ തന്നെ അപമാനിക്കലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ബോഡിയെ അപമാനിക്കുന്നു, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു. മാച്ച് ഫിക്സിംഗ് ആണ്, തെരഞ്ഞെടുപ്പല്ല നടക്കുന്നതെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ അപമാനിക്കുകയാണ്. അപ്പോൾ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെയോ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെയോ വിശ്വാസമില്ലാത്ത ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഇവിടെ മാച്ച് ഫിക്സിംഗും ഇല്ല, രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നുമില്ല. രാഹുലിൻ്റേത് ചട്ടലംഘനമാണോ എന്ന് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ആസ് പെർ MCC ഇതിൽ ചട്ടലംഘനം വരാനുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശരി ഡോക്ടർ. Meet the editors.